സിറിയയുടെ നിയന്ത്രണം പിടിച്ചെടുത്ത ഭീകരർ ജയിലുകൾ തകർത്ത് തടവുകാരെ മോചിപ്പിച്ചു. ഭീകരരെ നിയന്ത്രിക്കുന്നത് അൽ-ഖ്വയ്ദയും IS-ഉം എന്ന റിപ്പോർട്ടുകൾ. അതിനിടെ ബാഷർ അൽ അസദ് രാജ്യം വിട്ടതായി റഷ്യയുടെ സ്ഥിരീകരണം. സിറിയയിലെ ഇറാൻ എംബസി ഭീകരർ തല്ലിത്തകർത്തു. കൂടുതൽ വിവരങ്ങളുമായി ഐസൻ ജോസ് ചേർന്നുകൊണ്ട്. ഐസൻ, വളരെ വലിയൊരു സംഘർഷം തന്നെയാണ് ഉള്ളത്. ഒപ്പം തന്നെ സിറിയയുടെ പ്രസിഡന്റിനെ ഇപ്പോൾ കാണാനില്ല എന്നുള്ള ഒരു വിവരം കൂടി പുറത്തുവരികയാണ്. എന്താണ് മറ്റു വിവരങ്ങൾ? തീർച്ചയായും പ്രസിഡന്റ് ബാഷർ അൽ അസദ് രാജ്യം വിട്ടു എന്ന സ്ഥിരീകരണം റഷ്യയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. റഷ്യയുടെ സ്ഥിരീകരണം വരുന്നതോടെ ഔദ്യോഗികമായ ആദ്യ സ്ഥിരീകരണമാണ് വന്നിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, റഷ്യയാണ് സിറിയയെ കാര്യമായി സഹായിക്കുന്ന ശക്തികളിലൊന്ന്. നമുക്കറിയാവുന്നതാണ്, അലിപ്പോ നഗരം കൈയടക്കുന്നതിനുള്ള നീക്കങ്ങൾ ഈ ഭീകരരുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ സ്വാഭാവികമായും ശക്തമായ ഇടപെടൽ നടത്തിയ ഒരു രാജ്യം കൂടിയാണ് റഷ്യ. റഷ്യയുടെ സൈനിക പിന്തുണ വളരെ കൃത്യമായി സിറിയയ്ക്ക് ലഭിക്കുകയും ചെയ്തു. സിറിയൻ ആ കേന്ദ്രങ്ങളിലെല്ലാം, അതായത് ആക്രമണം നടന്ന കേന്ദ്രങ്ങളിലെല്ലാം ശക്തമായ ആക്രമണമാണ് റഷ്യൻ വ്യോമസേന അന്ന് നടത്തുകയും ചെയ്തത്. സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ്, കർശനമായ നടപടികളിലേക്ക് റഷ്യ നീങ്ങുന്നത് ഉടൻ തന്നെ നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. അലപ്പോ നഗരം പിടിച്ചെടുത്തതിന് ശേഷം വീണ്ടും ഹമ നഗരവും അതുപോലെ തന്നെ ഹോം നഗരവും പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളാണ് വീണ്ടും നടന്നത്. അത്തരത്തിലുള്ള നീക്കങ്ങൾ ശക്തമായി തുടരുന്നതിനിടെയാണ് ഡമാസ്കസിലേക്കും ഈ വിമത നീക്കം ശക്തമായി തുടരുകയും ചെയ്തത്. ഡമാസ്കസിൽ വിമത നീക്കം ശക്തമായതിനെ തുടർന്ന് ഇപ്പോൾ നിലവിലെ സാഹചര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ ബാഷർ അൽ അസദ് ഇന്നലെ തന്നെ രാജ്യം വിട്ടു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്നലെ തന്നെ വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇരു ഭാഗങ്ങളിൽ നിന്നും, അതായത് ഡമാസ്കസിൻ്റെ രണ്ട് തെക്കൻ വടക്കൻ പ്രദേശങ്ങളിൽ നിന്നെല്ലാം ഭീകരർ ശക്തമായ മുന്നേറ്റം നടത്തുന്നു എന്ന വിവരങ്ങളാണ് ലഭ്യമായത്. അതുപോലെ തന്നെ ഡമാസ്കസിലെ രണ്ട് പ്രധാന നഗരങ്ങളിൽ കൂടി വീണ്ടും ആക്രമണം തുടരുന്നുണ്ട്, അല്ലെങ്കിൽ കയ്യേറ്റത്തിനുള്ള ശ്രമങ്ങൾ, അത് പിടിച്ചടക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിൽ ഡമാസ്കസിൽ നിന്നും സൈന്യം ഏതാണ്ട് പൂർണ്ണമായും പിന്മാറിയെന്ന് സ്ഥിരീകരിക്കുന്നുണ്ട്. മാധ്യമങ്ങളെല്ലാം, അന്താരാഷ്ട്ര മാധ്യമങ്ങളും വാർത്താ ഏജൻസികളും അക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇറാനിലേക്ക് ഒരു വിഭാഗം സൈനികർ രക്ഷപ്പെട്ടു എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അത്തരത്തിൽ ഇറാനിലേക്ക് രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് തൊട്ടു മുൻപാണ് ബാഷർ അൽ അസദ് ഒരു വിമാനത്തിൽ കയറി രാജ്യം വിട്ടത് എന്ന വിവരമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. ആ രാജ്യം വിട്ട നീക്കം ബാഷർ അൽ അസദിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ വിമാനം സംബന്ധിച്ച് മറ്റു വിവരങ്ങൾ ലഭ്യമല്ല എന്ന ഒരു സൂചന പുറത്തു വരികയും ചെയ്തു. കൊല്ലപ്പെട്ടിരിക്കാമെന്നുള്ള അഭ്യൂഹങ്ങൾ വരെ പുറത്തു വരുന്നുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹം രാജ്യം വിട്ടു എന്ന കൃത്യമായ സ്ഥിരീകരണം റഷ്യ നൽകുന്നുണ്ട്. എന്നാൽ ഏത് രാജ്യത്ത് അദ്ദേഹം ഉണ്ട്, അല്ലെങ്കിൽ എവിടെയുണ്ട്, എന്ത് ചെയ്യുകയാണ് എന്നത് സംബന്ധിച്ച ആ വിശദ വിവരങ്ങളൊന്നും തന്നെ റഷ്യ പുറത്തുവിട്ടിട്ടില്ല. അത് സംബന്ധിച്ചുള്ള വിശദ വിവരങ്ങൾ ഇനിയും വരാനിരിക്കുന്നു എന്നതാണ് ഏറെ പ്രാധാന്യമർഹിക്കുന്ന വിഷയം. ഈ ഒരു സാഹചര്യത്തിലാണ് ഇറാൻ പിന്തുണയോടെ, അതായത് നേരത്തെ ബാഷർ അൽ അസദിനെ പിന്തുണ ലഭിച്ചിരുന്നത് ഇറാനിൽ നിന്നും റഷ്യയിൽ നിന്നുമാണ്. സ്വാഭാവികമായും ഇറാനെതിരായൊരു വികാരം ഈ ഹയത്ത് തെഹ്രീർ അൽ ഷം എന്ന് പറയുന്ന ഭീകര സംഘടനയ്ക്കുണ്ട്. ഈ ഭീകര സംഘടന ഇറാനോടുള്ള ശക്തമായ എതിർപ്പ് അവരുടെ എംബസി തകർത്തുകൊണ്ട്, സിറിയയിലെ ഇറാൻ്റെ എംബസി തകർത്തുകൊണ്ട് പ്രതികാരം ചെയ്യുന്നൊരു നീക്കങ്ങളെല്ലാം തന്നെ ഉണ്ടായി. ശക്തമായ ആക്രമണം എംബസിക്ക് നേരെ ഉണ്ടായി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത് അന്താരാഷ്ട്ര തലത്തിൽ വലിയൊരു കുറ്റകൃത്യമായി പരിണമിക്കാനുള്ള സാധ്യത കൂടിയുണ്ട്. നമുക്കറിയാവുന്നതാണ്, എംബസികളെ ആക്രമിക്കുന്നതിൽ നിന്നും ഒഴിവാക്കണം എന്ന ഒരു നിലപാട് അന്താരാഷ്ട്ര തലത്തിൽ ഒരു ധാരണയായി നിലനിൽക്കുന്നൊരു വസ്തുതയാണ്. എന്നാൽ അന്താരാഷ്ട്ര നിയന്ത്രണത്തിനോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുമായുള്ള ഒരു വിധേയത്വത്തിനോ തയ്യാറല്ലാത്ത ഹയത്ത് തെഹ്രീക്ക് അൽ ഷം എന്ന് പറയുന്ന ഈ ഭീകര സംഘടന ഒരു തരത്തിലും അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾക്കോ റെഗുലേഷൻസ്ക്കോ വിധേയമാവാൻ തയ്യാറാവില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നതിനാൽ ശക്തമായ ആക്രമണം എംബസിയിൽ നടന്നിരിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ വലിയ ആഘാതങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാവില്ല. എന്നാൽ റഷ്യ ഈ പിന്തുണ നൽകുന്ന കാര്യം സംബന്ധിച്ച് ഇപ്പോൾ ഈ പ്രസിഡന്റ് പോലും പലായനം ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ പിന്തുണ നൽകുന്ന കാര്യത്തെക്കുറിച്ചുള്ള നീക്കങ്ങൾ കൃത്യമായി ഉണ്ടാകുന്നില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ സിറിയയുടെ നിലവിലെ പ്രധാനമന്ത്രി ജലാലി വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഏതാണോ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന അധികാര സ്ഥാനങ്ങൾ അല്ലെങ്കിൽ ഭരണകർത്താക്കൾ അവരോട് സഹകരിക്കാൻ തയ്യാറാണെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ജലാലി വിമത വിഭാഗത്തിന് കീഴടങ്ങി അല്ലെങ്കിൽ വിമതരുടെ നീക്കത്തെ അംഗീകരിച്ചു എന്ന വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതിന് തയ്യാറാണ്, അവരുമായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ സഹകരിക്കാൻ തയ്യാറാണ്, തെരഞ്ഞെടുപ്പ് നടത്തണമെന്നൊരാവശ്യമാണ് അദ്ദേഹം മുന്നോട്ട് വച്ചിരിക്കുന്നത് എന്നും വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ തുടർച്ചയായ സംഭവവികാസങ്ങൾ ആ ഭാഗത്തും ഉണ്ടാകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഏതാണ്ട് 10 ദിവസമായി തുടരുന്ന ഈ സംഘർഷം. അലപ്പോ നഗരം പിടിച്ചെടുത്തു, അതിനുശേഷം ഹമ നഗരം പിടിച്ചെടുത്തു, പിന്നീട് ഹോം നഗരം പിടിച്ചെടുത്തു. അത്തരത്തിലുള്ള ഓരോരോ നഗരങ്ങളിലേക്കായി ഈ സൈന്യം മുന്നേറുമ്പോൾ റഷ്യയുടെ ഭാഗത്തുനിന്ന്, ഈ വിമത സൈന്യം മുന്നേറുമ്പോൾ അല്ലെങ്കിൽ ഭീകരർ മുന്നേറുമ്പോൾ റഷ്യയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നോ വലിയ പിന്തുണയൊന്നും ലഭിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അമേരിക്ക ഇക്കാര്യത്തിൽ ഇടപെടാനേ ഇല്ല എന്ന നിലപാട് വളരെ കൃത്യമായി പറയുകയും ചെയ്തു. അത്തരത്തിൽ ഇടപെടാൻ
തുടരാനില്ല എന്ന നിലപാട് അറിയിക്കുന്നതിൽ നിന്നും വ്യക്തമാകുന്നത് ഇറാനുമായുള്ള എതിർപ്പ് തന്നെയാണ്. ഇറാനും റഷ്യയ്ക്കും ഒരുപോലെ പിന്തുണ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ തങ്ങൾ തയ്യാറല്ല എന്ന നിലപാട് തന്നെയാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അത് ഔദ്യോഗിക ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ട്രംപ് തിരഞ്ഞെടുക്കപ്പെട്ട വരാനിരിക്കുന്ന പ്രസിഡന്റിൻ്റെ ഭാഗത്തു നിന്നും അതേ നിലപാട് തന്നെ കൃത്യമായി അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തു. അതിൽ നിന്നെല്ലാം തന്നെ വായിച്ചെടുക്കാൻ സാധിക്കുന്നത് അമേരിക്ക ഈ വിഷയത്തിൽ ഇടപെടാനില്ല, ഇറാൻ അനുകൂലമായൊരു നിലപാട് സ്വീകരിക്കുന്ന ആ വിഷയം ഏറ്റെടുക്കാൻ തയ്യാറല്ല എന്നൊരു നിലപാടിലേക്ക് തന്നെയാണ് അമേരിക്ക പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് യാഥാർത്ഥ്യം. അതേസമയം ഗൊലാൻ കുന്നുകളുടെ ഭാഗത്തു നിന്ന് ഇസ്രായേൽ സേന സിറിയയിലേക്ക് പ്രവേശിച്ചുവെന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല ഈ സിറിയൻ അതിർത്തിയിലുള്ള നഗരങ്ങളിലേക്കെല്ലാം തന്നെ ലെബനൻ അതിർത്തിയിലുള്ള സിറിയയുടെ നഗരങ്ങളിലെല്ലാം തന്നെ കർശനമായ നീക്കങ്ങൾ സിറിയൻ വിമതർ, അതായത് ഈ STS എന്ന് പറയുന്ന വിമതർ നടത്തുന്നുണ്ട് എന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരം. എല്ലാ സംഭവ വികാസങ്ങളും കാത്തിരുന്ന് കാണേണ്ടതുകൊണ്ട് ഇന്ന് നിർണായകമായൊരു രാത്രിയാണ് എന്ന കാര്യത്തിലും തർക്കമില്ല. ലോകം മുഴുവൻ ഇന്ന് നിർണായകമായ സംഭവ വികാസങ്ങളെ കാത്തിരിക്കുന്നു. ഏത് രീതിയിലുള്ള സംഭവങ്ങളാണ് ഇക്കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഉണ്ടായിട്ടുള്ളത് സിറിയയിൽ എന്നത് സംബന്ധിച്ചുള്ള ആശങ്കയിലാണ് ലോകം മുഴുവനുള്ളത്. ആ ആശങ്ക തന്നെയാണ് ഇപ്പോൾ വാർത്താ പ്രാധാന്യത്തോടെ നിലനിൽക്കുന്നൊരു വിഷയം. ഒരു പക്ഷേ ഈ ആശങ്കയ്ക്കെല്ലാം മറുപടി ലഭിക്കുന്ന വിവരങ്ങൾ തുടർന്ന് ഈ രാത്രിയിൽ മുഴുവൻ നമുക്ക് ലഭ്യമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ശക്തമായ സാന്നിധ്യവും ആധിപത്യവും സ്ഥാപിച്ചു കഴിഞ്ഞു ഹയത്ത് തഹരീർ അൽ ഷം എന്ന് പറയുന്ന ഭീകര സംഘടന. നമുക്കറിയാവുന്നതാണ്, അത് IS-ൻ്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന അൽ ഖ്വയ്ദയുടെ ഒരു സ്വഭാവമുള്ള ഒരു സംഘടനയാണ്. അൽ ഖ്വയ്ദയുമായുള്ള ബന്ധം ഏർപ്പെടുത്തിയെങ്കിലും അൽ ഖ്വയ്ദയുടെ ക്ലോൺ അല്ലെങ്കിൽ അതുപോലുള്ളൊരു രൂപമാണ് ഈ പറഞ്ഞ സംഘടന എന്ന രീതിയിലുള്ള വിശദീകരണങ്ങളെല്ലാം തന്നെ അന്താരാഷ്ട്ര നിരീക്ഷകരെല്ലാം തന്നെ നൽകുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ശക്തമായ പോരാട്ടം സിറിയയിൽ തുടരുന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. സൈന്യം ഓരോ ഇടങ്ങളിൽ നിന്നും പിന്മാറുന്നു. ഔദ്യോഗികമായ സൈന്യം, ബഷർ അൽ അസദിൻ്റെ സൈന്യം ഓരോ ഇടങ്ങളിൽ നിന്നും പിന്മാറുന്നു. ബഷർ അൽ അസദിൻ്റെയും അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെയും പ്രതിമകളെല്ലാം തന്നെ 60 വർഷമായി തുടരുന്ന ആ ഒരു ഭരണത്തിൻ്റെ എല്ലാ അടയാളങ്ങളും നശിപ്പിക്കാനുള്ള നീക്കങ്ങൾ കൂടി STS-ൻ്റെ ഭാഗത്തുനിന്ന്, അതായത് ഹയത്ത് തഹരീർ അൽ ഷം എന്ന് പറയുന്ന ഭീകര സംഘടനയുടെ ഭാഗത്തു നിന്ന് തുടർച്ചയായി ഉണ്ടാകുകയും ചെയ്യുന്നു എന്നാണ് ഇപ്പോൾ സിറിയയിൽ നിന്നും ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. ശരി, ഐസൻ ജോസാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്.